കൃഷി അറിവുകൾ കിരീടം കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. FACT കാർഷിക. ഈ പരിപാടിയുടെ സഹകരണം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കल्स ട്രാവൻകൂർ ലിമിटेड, उद्योगमंडल एर्नाकुलम. लेकिन मैं किसान भाई बहनों को भी कहूंगा कि आपको भी मेरी मदद करनी होगी, और वो मेरी मदद है इतना ही नहीं, मेरे किसान भाई बहन आपकी भी मदद है, और वो है ये धरती माता को बचाना. हम धरती माता को अगर नहीं बचाएंगे तो यूरिया की कितने ही थैले डाल दे, ये धरती मां हमें कुछ नहीं देगी. और इसलिए जैसे शरीर में बीमारी हो जाए तो दवाई भी हिसाब से लेनी पड़ती है. 2 गोली की जरूरत है, 4 गोली खा लें तो शरीर को फायदा नहीं, नुकसान हो जाता है. वैसा ही ये धरती मां को भी अगर हम जरूरत से ज्यादा, पड़ोस वाला ज्यादा बोरी डालता है इसलिए मैं भी बोरी डाल दूं, इस प्रकार से अगर करते रहेंगे तो ये धरती मां हमसे रूठ जाएगी. यूरिया खिला खिला करके हमें धरती माता को मारने का कोई हक नहीं है. ये हमारी मां है, हमें उस मां को भी बचाना है. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, രാസവളങ്ങളുടെ പ്രധാനമായും യൂറിയയുടെ അഭാവത്തെക്കുറിച്ച് ദിനംപ്രതി വാർത്താ മാധ്യമങ്ങളിലും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ശരിക്കും ഈ ഒരു അളവിൽ യൂറിയയുടെ ആപ്ലിക്കേഷൻ നമ്മുടെ മണ്ണുകൾക്ക് വേണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. യൂറിയയുടെ അമിത ഉപയോഗം വിളകൾക്കും മണ്ണിനും പരിസ്ഥിതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ദോഷകരമാണ്. ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ മറ്റ് നിർണായക പോഷകങ്ങളെ സന്തുലിതമാക്കാതെ നൈട്രജനു വേണ്ടി യൂറിയയെ അമിതമായി ആശ്രയിക്കുന്നതാണ് അമിത പ്രയോഗത്തിന് പലപ്പോഴും കാരണം. ഇത് ചെടികൾക്ക് കേടുപാടുകൾ വരുത്താനും വിളവ് കുറയ്ക്കാനും വെള്ളവും വായുവും മലിനമാക്കാനും ഇടയാക്കും. മറ്റു രാസവളങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ യൂറിയയുടെ വില പലപ്പോഴും കുറവാണ്. ഒരു ബാഗിന് 266 രൂപ എന്നത് പലപ്പോഴും കുറവാണ് എന്ന ഒറ്റൊരു ഘടകം വെച്ച് മാത്രമാണ് നമ്മൾ പലപ്പോഴും യൂറിയയെ ഇത്രയധികം ഉപയോഗിക്കുന്നത്. യൂറിയ എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ഫെർട്ടിലൈസറാണ്. അതായത് നൈട്രജൻ എന്ന് പറയുന്ന ഒരു മൂലകം മാത്രമാണ് ഇത് സസ്യത്തിന് പ്രദാനം ചെയ്യുന്നത്. ഈ നൈട്രജൻ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂറിയയെ മാത്രം ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമില്ല. അനവധി സോഴ്സുകളിൽ നിന്ന് നമുക്ക് ഈ നൈട്രജൻ ലഭ്യമാവുന്നതാണ്. മറ്റു രാസവളങ്ങളായ NPK അടങ്ങിയിരിക്കുന്ന കോംപ്ലക്സ് വളങ്ങൾ, ഓർഗാനിക് വളങ്ങൾ, നാനോ വളങ്ങൾ, ബയോ ഫെർട്ടിലൈസേഴ്സ് ഇവയിലെല്ലാം തന്നെ ചെടിക്ക് ആവശ്യമായ രീതിയിൽ നൈട്രജന്റെ അളവ് അടങ്ങിയിട്ടുണ്ട്. അമിതമായ യൂറിയ വളപ്രയോഗം മൂലം സസ്യങ്ങളെ ബാധിക്കുന്ന ദോഷങ്ങൾ. അമിതമായ യൂറിയയിലെ ഉയർന്ന ഉപ്പിന്റെ അളവ് മണ്ണിന്റെ ഓസ്മോട്ടിക് മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഇത് വെള്ളത്തിന്റെ ഒഴുക്കിനെ വിപരീത ദിശയിലാക്കുകയും ചെടിയുടെ വേരുകൾക്ക് നിർജ്ജലീകരണം സംഭവിക്കുകയും ചെയ്യുന്നു. സസ്യങ്ങളുടെ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും നശിക്കാനും സാധ്യതയാണ്. ഉയർന്ന അളവിലുള്ള യൂറിയ പ്രത്യേകിച്ച് വിത്തുകൾക്കോ വേരുകൾക്കോ സമീപം വെക്കുമ്പോൾ വിഷാംശമുള്ളതും ചെടിയെ നശിപ്പിക്കുന്നതുമാവാം. യൂറിയ മണ്ണിൽ ശരിയായ രീതിയിൽ ചേർത്തില്ലെങ്കിൽ അത് വിഷാംശമുള്ള അമോണിയവാതകമായി മാറും. ഇത് തൈകൾക്കും ഇളം ചെടികൾക്കും ദോഷകരമാണ്. അമിതമായ നൈട്രജൻ ഇലകളുടെ സമൃദ്ധമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ ഇത് ദുർബലമായ തണ്ടുകൾ, പൂവിടാൻ കാലതാമസം, നിലവാരം കുറഞ്ഞ വിളവ് എന്നിവയ്ക്ക് കാരണമാകും. അമിതമായ യൂറിയ ഉപയോഗം വിളകളെ കീടങ്ങൾക്കും രോഗങ്ങൾക്കും കൂടുതൽ ഇരയാക്കുന്നു. അതുപോലെ തന്നെ അമിതമായ യൂറിയ ഉപയോഗം മൂലം മണ്ണിനെ ബാധിക്കുന്ന ദോഷങ്ങൾ. യൂറിയയുടെ വിഘടനം ഹൈഡ്രജൻ അയോണുകളെ പുറത്തുവിടും. ഇത് കാലക്രമേണ മണ്ണിന്റെ pH കുറയ്ക്കുന്നു. ഈ വർദ്ധിച്ച അമ്ലത്വം മറ്റ് അവശ്യ പോഷകങ്ങളുടെ ലഭ്യത കുറയ്ക്കുകയും മണ്ണിരകളെ പോലെയുള്ള ഗുണകരമായ സൂക്ഷ്മാണുക്കൾക്ക് ഹാനികരമാവുകയും ചെയ്യുന്നു. യൂറിയയുടെ അമിത ഉപയോഗം നൈട്രജൻ മാത്രമേ നൽകുന്നുള്ളൂ. ഇത് ഫോസ്ഫറസ്, പൊട്ടാഷ്യം, മറ്റ് സൂക്ഷ്മ പോഷകങ്ങൾ എന്നിവയുടെ കുറവിന് കാരണമാകുന്നു. മണ്ണിന്റെ ഈ അസന്തുലിതമായ ഘടന ചെടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ തകരാറിലാക്കുന്നു. യൂറിയയുടെ അമിത പ്രയോഗം മണ്ണിന്റെ ജൈവവസ്തുക്കളുടെ വിഘടനം വേഗത്തിലാക്കുന്നു. ഇത് മണ്ണിന്റെ കാർബൺ അളവ് കുറക്കുന്നു. മണ്ണിന്റെ ഘടന, വായുസഞ്ചാരം, ജലം നിലനിർത്താനുള്ള ശേഷി എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു. ചില സൂക്ഷ്മജീവികൾക്ക് വളരാൻ യൂറിയ സഹായിക്കുമെങ്കിലും അമിതമായ യൂറിയ മറ്റുള്ളവയെ അടിച്ചമർത്തുന്നു. ഇത് പോഷകങ്ങളെ ചംക്രമണം ചെയ്യാനും രോഗങ്ങളെ ചെറുക്കാനുമുള്ള മണ്ണിന്റെ സ്വാഭാവിക ശേഷിയെ ദോഷകരമായി ബാധിക്കുന്നു.
വരണ്ട പ്രദേശങ്ങളിലോ നീർവാർച്ച കുറഞ്ഞ മണ്ണിലോ യൂറിയയുടെ ആവർത്തിച്ചുള്ള ഉപയോഗം ഉപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകും. ഇത് വെള്ളം വലിച്ചെടുക്കാനുള്ള ചെടികളുടെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നു. പരിസ്ഥിതിയെ ബാധിക്കുന്ന ദോഷങ്ങൾ: നൈട്രസ് ഓക്സൈഡ്, അമോണിയ എന്നിവയുടെ ഉത്പാദനത്തിന് യൂറിയ കാരണമാകുന്നു. ഇത് ഹരിതഗൃഹ വാതകങ്ങളുടെ ഉറവിടമാണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ശക്തമായ ഹരിതഗൃഹ വാതകമാണ്. ഇത് ഓസോൺ പാളിയുടെ കുറവിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. മണ്ണിന്റെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി വളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണമായ ഉപയോഗം ഇന്ത്യ ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നു. 2014 മുതൽ മണ്ണിന്റെ ആരോഗ്യവും ഫലപുഷ്ടിയും സംബന്ധിച്ച പദ്ധതി സംസ്ഥാനങ്ങളെ സംയോജിത പോഷക മാനേജ്മെന്റ് അഥവാ ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് നടപ്പാക്കുന്നതിൽ സഹായിക്കുന്നു. ദ്വിതീയ സൂക്ഷ്മ പോഷകങ്ങൾ, ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ എന്നിവയ്ക്കൊപ്പം രാസവളങ്ങളുടെ യുക്തിസഹമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ പോഷക നിലവാരത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും മണ്ണിന്റെ ഫലപുഷ്ടത മെച്ചപ്പെടുത്തുന്നതിന് ഉചിതമായ പോഷക അളവുകളെക്കുറിച്ചുള്ള ശുപാർശകളും സോയിൽ ഹെൽത്ത് കാർഡ് പരിപാടി കർഷകർക്ക് നൽകുന്നു. ഈ പദ്ധതി പ്രകാരം 25 കോടിയിലധികം സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം 93,781 കർഷക പരിശീലനങ്ങൾ, 6.8 ലക്ഷം പ്രദർശനങ്ങൾ, 7,425 കർഷക മേളകൾ, മണ്ണിന്റെ ആരോഗ്യ കാർഡ് ശുപാർശകൾ പ്രോത്സാഹിപ്പിക്കുന്ന ക്യാമ്പയിനുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പോഷക പരിപാലനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1985 വളപ്രയോഗ നിയന്ത്രണ ഉത്തരവ് പ്രകാരം ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ, എണ്ണ ശുദ്ധീകരിച്ച കേക്ക്, ജൈവ കാർബൺ എൻഹാൻസറുകൾ, നാനോ വളങ്ങൾ തുടങ്ങിയ ഇതര വളങ്ങൾ സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. പരമ്പരാഗത കൃഷി വികാസ് യോജന പോലുള്ള പദ്ധതികളിലൂടെയാണ് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നത്. 3 വർഷത്തേക്ക് ഒരു ഹെക്ടറിന് 31,500 രൂപ സാമ്പത്തിക സഹായം നൽകുന്നു. വടക്കുകിഴക്കൻ മേഖലയ്ക്കുള്ള മിഷൻ ഓർഗാനിക് മൂല്യ ശൃംഖല വികസനം 3 വർഷത്തേക്ക് ഒരു ഹെക്ടറിന് 46,500 രൂപ, ജൈവ ഉൽപാദനത്തിന് 15,000 രൂപ നേരിട്ടുള്ള ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഇന്ന് നമുക്ക് പച്ചക്കറി വിളകളിലെ കൃത്യത കൃഷിയെപ്പറ്റി പരിചയപ്പെടാം. ഏതൊരു വിളയാണെങ്കിലും അതിന്റെ വിത്ത് മുതൽ വിപണനം വരെയുള്ള ഓരോ ഘട്ടത്തിലും കൃത്യമായ പരിചരണ മുറകൾ അവലംബിച്ച് വിളയിൽ നിന്നും പരമാവധി ഉൽപാദനം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പ്രിസിഷൻ ഫാമിംഗ് അഥവാ കൃത്യത കൃഷിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഓരോ തുള്ളി വെള്ളത്തിൽ നിന്നും കൂടുതൽ ഉൽപാദനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ RKVY PDMC നടപ്പിലാക്കി വരുന്നത്. കണിക ജലസേചനം അഥവാ ഡ്രിപ്പ് ഇറിഗേഷൻ പരമാവധി സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന വെള്ളത്തിന്റെ ലഭ്യത കൂടുതലുള്ള കേരളത്തിൽ അമിതമായ ജലസേചനം കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് പച്ചക്കറി വിളകളിൽ കൂടുതലും കണ്ടുവരുന്നത്. വെള്ളം കുറവുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യാൻ സാധിക്കുന്നതിന് പുറമെ അമിതമായ ജലസേചനത്തിന് തടയിടാനും കണിക ജലസേചനം ഉപയോഗപ്പെടുത്താം. ഏതൊരു വിളയാണെങ്കിലും അതിന്റെ വിത്ത് മുതൽ വിപണനം വരെയുള്ള ഓരോ ഘട്ടത്തിലും കൃഷിയിലൂടെ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ മണ്ണിന്റെ പോഷകഘടന നിർണയം മുതൽ ബെഡുകൾ തയ്യാറാക്കുന്ന രീതി, ജലസേചനം, വളപ്രയോഗം, കീടരോഗ നിയന്ത്രണം എന്നീ ഘട്ടങ്ങളിലെല്ലാം കൃത്യത ഉറപ്പാക്കിയാണ് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത്. കൂടാതെ ഉൽപാദനക്ഷമത കൂടിയ ഹൈബ്രിഡ് വിത്തുകളുടെ രോഗകീട വിമുക്തമായ ആരോഗ്യമുള്ള തൈകളാണ് നടാനായി തിരഞ്ഞെടുക്കുന്നത്. കൃത്യത കൃഷി പച്ചക്കറി വിളകൾക്ക് ഏറെ പ്രിയങ്കരം. പച്ചക്കറി കൃഷിയിലാണ് ഈ നൂതന കൃഷിരീതിക്ക് കേരളത്തിൽ ഏറ്റവും പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് പച്ചക്കറി ഫലവിളകളെ അപേക്ഷിച്ച് കൂടിയ ഉൽപാദനക്ഷമത, കുറഞ്ഞ അളവിൽ മാത്രം വളത്തിന്റെ ആവശ്യകത, 4-5 മാസം മാത്രം നീണ്ടു നിൽക്കുന്ന വിളദൈർഘ്യം എന്നീ സവിശേഷതകളാണ് പച്ചക്കറി കൃഷിയെ കൃത്യത കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാക്കി തീർക്കുന്നത്. പച്ചക്കറി കൃഷിയിൽ വൻതോതിൽ യന്ത്രവൽക്കരണം കൊണ്ടുവരുന്നതിനും കൃത്യത കൃഷി ഏറ്റവും അനുയോജ്യമാണ്. ഇവിടെ കൃഷി ചെയ്യാനുള്ള സ്ഥലം ഉഴുത് ബെഡുകൾ തയ്യാറാക്കുന്നതിനും തയ്യാറാക്കിയ ബെഡുകൾ ഡ്രിപ്പ് ലൈനും പ്ലാസ്റ്റിക് പൊതിയും വിരിച്ച് തൈകൾ നടാനുള്ള തുളകളിലിട്ട് തരുന്നതിനും വരെയും ഇന്ന് യന്ത്രങ്ങൾ ലഭ്യമാണ്. ഇതുമൂലം കർഷകന് വിളയുടെ ഉൽപാദന ചെലവ് ഗണ്യമായി കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്നു. കൃഷിരീതി: ബെഡ് നിർമ്മാണവും ട്രിപ്പിടലും. പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ നല്ല നീർവാർച്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന ഏതൊരു സ്ഥലവും കൃത്യത കൃഷിക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്.
തിരഞ്ഞെടുത്ത സ്ഥലത്തെ മണ്ണിന്റെ പോഷകഘടന നിർണ്ണയം നടത്തിയ ശേഷം ട്രാക്ടറിൽ സബ്സോയിലർ കലപ്പയോ ഡിസ്ക് കലപ്പയോ ഉപയോഗിച്ച് മണ്ണ് നന്നായി ഉഴുതുമറിക്കണം. തുടർന്ന് റോട്ടവേറ്റർ ഘടിപ്പിച്ച് ഉഴുത സ്ഥലത്തെ മണ്ണ് പൊടിച്ചെടുക്കണം. ഇങ്ങനെ ഉഴുതു നിരപ്പാക്കിയ സ്ഥലത്ത് ബെഡുകൾ ഉണ്ടാക്കുന്ന യന്ത്രം ട്രാക്ടറിൽ ഘടിപ്പിച്ച് 1 മീറ്റർ വീതിയിലും 10 മുതൽ 15 സെന്റിമീറ്റർ ഉയരവുമുള്ള ബെഡുകൾ തയ്യാറാക്കാം. സാധാരണയായി ബെഡുകൾ തമ്മിൽ 1/2 മീറ്റർ അകലമാണ് കൊടുക്കുന്നത്. ഇങ്ങനെ തയ്യാറാക്കിയ ബെഡുകളിൽ മണ്ണിന്റെ പോഷകഘടന നിർണയ തോത് പ്രകാരം കുമ്മായം, ജൈവവളം എന്നിവ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുന്നു. തുടർന്ന് വിളയുടെ വളർച്ചയും പടർപ്പും അനുസരിച്ച് ഓരോ ബെഡിൽ 1-2 ഡ്രിപ്പ് ലൈൻ വീതം ഇട്ടുകൊടുക്കാം. പച്ചക്കറി കൃഷിക്ക് ഡ്രിപ്പ് പൈപ്പിനുള്ളിൽ നിശ്ചിത അകലത്തിൽ ഘടിപ്പിക്കാവുന്ന ഇൻലൈൻ ഡ്രിപ്പറുകൾ വിപണിയിൽ ലഭ്യമാണ്. നിശ്ചിത മർദ്ദത്തിൽ പ്രവർത്തിക്കുമ്പോൾ മണിക്കൂറിൽ 2 ലിറ്റർ വെള്ളം നൽകാൻ കഴിവുള്ള ഡ്രിപ്പറുകളാണ് പച്ചക്കറി കൃഷിക്ക് അഭികാമ്യം. ഡ്രിപ്പ് ലൈനുകൾ സജ്ജമാക്കി കഴിഞ്ഞാൽ ബെഡുകളിൽ പുതവിരിക്കൽ. കൃത്യത കൃഷിയിൽ പ്ലാസ്റ്റിക് പുതകളാണ് പ്രധാനമായും ഉപയോഗിച്ചു വരുന്നത്. ജൈവവസ്തുക്കളായ ഉണങ്ങിയ ഇലകൾ, വൈക്കോൽ, ഉമി, അറക്കപ്പൊടി തുടങ്ങിയവ കാലങ്ങളായി കർഷകർ പുതയിടാൻ ഉപയോഗിച്ചു വരുന്ന വസ്തുക്കളാണ്. എന്നാൽ ഇന്ന് ലഭ്യതക്കുറവും വർദ്ധിച്ചു വരുന്ന കൂലിച്ചെലവും കാരണം ഇവയുടെ ഉപയോഗം തീരെ കുറവാണ്. മണ്ണിലുള്ള ജലാംശം നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നത് കൂടാതെ മണ്ണിലെ താപനില കുറയുന്നതിനും കളകൾ നിയന്ത്രിക്കുന്നതിനും കൃഷിക്ക് തയ്യാറാക്കിയിട്ട തടകളിലെ മണ്ണ് ഒലിച്ചു പോകാതെ നിലനിർത്തുന്നതിനും മണ്ണൊലിപ്പ് തടഞ്ഞ് വളങ്ങളും മറ്റും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിനും പ്ലാസ്റ്റിക് പുതകൾ ഉപയോഗപ്പെടുത്തി വരുന്നു. കൂടാതെ കീടങ്ങളെ പ്രധാന വിളകളിൽ നിന്നും അകറ്റി നിർത്തുന്നതിനും പുതകൾ സഹായിക്കുന്നു. മുകൾ ഭാഗത്ത് സിൽവർ, വെള്ള, നീല, മഞ്ഞ എന്നീ നിറങ്ങളും കീഴ്ഭാഗത്ത് കറുപ്പ് നിറത്തോടു കൂടിയതുമായ ദ്വിവർണ്ണ പുതകളാണ് ഇന്ന് കൂടുതലായും ഉപയോഗിച്ചു വരുന്നത്. ഇതിൽ സിൽവർ, നീല, വെള്ള, മഞ്ഞ പുതകളാണ് പച്ചക്കറി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. മഞ്ഞക്കെണി ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന കീടങ്ങളായ വെള്ളീച്ച, ചിത്രകീടം തുടങ്ങിയവയെ മഞ്ഞ പുത കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ വെള്ള, നീലപ്പുതകൾ മുഞ്ഞ, നിലപ്പേൻ എന്നിവയെ നിയന്ത്രിക്കാൻ ഉപയോഗപ്രദമാണ്. നമ്മൾ കൃഷി ചെയ്യുന്ന വിളകളെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളെ അനുസരിച്ച് മേൽപ്പറഞ്ഞ ദ്വിവർണ്ണ പുതകൾ തിരഞ്ഞെടുക്കാം. വെളിച്ചം തീരെ കടത്തിവിടാത്ത ഈ പുതകൾ പ്രകാശ സംശ്ലേഷണം തടയുന്നതിലൂടെ കള വളർച്ച നിശ്ലേഷം ഇല്ലാതാക്കുന്നു. പച്ചക്കറികൾക്ക് 30 മൈക്രോൺ കനത്തിലുള്ള പുതകളാണ് ഉപയോഗിക്കുന്നത്. കൃഷി ചെയ്യുന്ന മൊത്തം സ്ഥലം പുത കൊണ്ട് പൊതിയേണ്ടതില്ല. ചെടികൾ നടാൻ തയ്യാറാക്കിയ ബെഡുകൾ മാത്രമാണ് പുത കൊണ്ട് പൊതിയുന്നത്. ഇതിനായി 4 അടി വീതിയിലുള്ള പ്ലാസ്റ്റിക് പുതകൾ 400 മീറ്റർ റോളുകളായി വിപണിയിൽ ലഭിക്കും. 1 മീറ്റർ വീതിയിലുള്ള ബെഡുകൾ 1.2 മീറ്റർ വീതിയിലുള്ള പുതകൾ കൊണ്ട് മൂടുന്നതിലൂടെ പുത പറന്നു പോകാതെ ബെഡിനോട് ചേർന്ന് മണ്ണിട്ട് നിർത്താൻ സാധിക്കും. മൊത്തം കൃഷിസ്ഥലത്തിന്റെ ഏകദേശം 40% സ്ഥലം മാത്രമാണ് ഇങ്ങനെ പുത കൊണ്ട് മൂടുന്നത്. ഇപ്രകാരം പുതയിടാൻ 1 ഏക്കറിന് ഏകദേശം 20,000 രൂപ ചെലവ് വരും. പുത നീങ്ങിപ്പോകാതിരിക്കാൻ 2 വശത്തും മണ്ണിട്ട് ഉറപ്പിക്കണം. പുതയിടുന്നതിനും അത് മണ്ണിട്ട് ഉറപ്പിക്കുന്നതിനും ഉള്ള യന്ത്രങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. വെണ്ട, മുളക്, തക്കാളി, വഴുതന, കുറ്റിപ്പയർ മുതലായ പച്ചക്കറികൾ മേൽപ്പറഞ്ഞ വിധത്തിൽ ഒരു ബെഡിൽ 2 വരി എന്ന തോതിൽ നടാം. 2 വരികൾ തമ്മിൽ 60 സെന്റിമീറ്റർ അകലത്തിലും ഒരു വരിയിലെ ചെടികൾ തമ്മിൽ വിളയുടെ വളർച്ച അനുസരിച്ച് 40 സെന്റിമീറ്റർ മുതൽ 80 സെന്റിമീറ്റർ വരെ അകലത്തിലും നടാം. ഇതിനായി പുതകളിൽ 2 ഇഞ്ച് വ്യാസമുള്ള ഒരു ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് ആവശ്യാനുസരണം തുളകൾ ഉണ്ടാക്കാം. പുതയിലുണ്ടാക്കിയ 2 ഇഞ്ച് വലിപ്പത്തിലുള്ള തുളകളിലാണ് തൈകൾ നടേണ്ടത്. പന്തൽ വിളകളായ പാവൽ, പടവലം, വള്ളിപ്പയർ മുതലായ വിളകൾ ഒരു ബെഡിൽ ഒരു ഡ്രിപ്പർ ലൈൻ മാത്രം നൽകി 1/2 മീറ്റർ അകലത്തിൽ നടാം. മത്തൻ, കുമ്പളം, ചുരയ്ക്ക മുതലായ വിളകൾക്ക് ഒരു ബെഡ് നട്ടുകഴിഞ്ഞാൽ അടുത്ത ബെഡ് ഒഴിവാക്കി പിന്നത്തെ ബെഡിലാണ് നടേണ്ടത്. ഇങ്ങനെ നടുമ്പോൾ 2 വരി തൈകൾക്കിടയിൽ വരുന്ന 3 മീറ്റർ സ്ഥലം ചെടികൾ പടർത്തുന്നതിന് ഉപയോഗപ്പെടുത്താം. നടുന്ന ബെഡുകളിൽ തൈകൾ തമ്മിൽ 1 മീറ്റർ അകലമെങ്കിലും കൊടുക്കണം. തൈകൾ നടുന്നതിന് മുമ്പ് ബെഡുകളിൽ നന്നായി ജലസേചനം നടത്തണം. തുടർന്ന് ഓരോ ദിവസവും ബാഷ്പീകരണ തോത് അനുസരിച്ച് 1 മുതൽ 1.5 ലിറ്റർ വെള്ളം എന്ന തോതിൽ ഒരു ചെടിക്ക് നൽകാം. ഇതനുസരിച്ച് അടുപ്പിച്ച് നടുന്ന വിളകൾക്ക് ഏകദേശം ഏക്കറിന് 6000 മുതൽ 8000 ചെടികൾ കണക്കാക്കിയാൽ ജലസേചനത്തിൽ ഒരു ദിവസം ആകെ വേണ്ടത് 10,000 മുതൽ 12,000 ലിറ്റർ വെള്ളം മാത്രമാണ്. വിളയുടെ ബാഷ്പീകരണ തോത് കണക്കാക്കി നനച്ചാൽ വെള്ളത്തിന്റെ ഉപയോഗക്ഷമത 8 മുതൽ 10 ഇരട്ടി വരെ വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. വളപ്രയോഗം ഫെർട്ടിഗേഷനിലൂടെ തൈകൾ നട്ട് 3-ാം ദിവസം മുതൽ വളപ്രയോഗം ആരംഭിക്കാം. വെള്ളവും വളവും കണിക രൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. ഇതിന് 100% വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ ഉപയോഗിക്കണം. പ്രധാന വളങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയ്ക്ക് പുറമെ സൂക്ഷ്മ മൂലകങ്ങളും മേൽപ്പറഞ്ഞ പ്രകാരം ഫെർട്ടിഗേഷനിലൂടെ നൽകാൻ സാധിക്കും. നിശ്ചിത അളവിൽ ആവശ്യാനുസരണം രാസവളങ്ങളും ജലവും വളവും നൽകി ചെടികളിൽ ഒരിക്കലും
വെള്ളത്തിന്റെയോ വളത്തിന്റെയോ ദൗർലഭ്യം ഉണ്ടാകാതെ നോക്കണം. കൂടാതെ വെള്ളത്തിൽ അലിയുന്ന രാസവളങ്ങൾ ചെടി വേഗം വലിച്ചെടുത്ത് അവയുടെ ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുന്നു. മണ്ണിൽ ഇട്ടുകൊടുക്കുന്ന പരമ്പരാഗത രാസവളങ്ങളുടെ ഉപയോഗക്ഷമത 30 മുതൽ 50% വരെയാകുമ്പോൾ ഫെർട്ടിഗേഷനിൽ നൽകുന്ന രാസവളങ്ങളുടെ ഉപയോഗക്ഷമത 80 മുതൽ 95% വരെയാണ്. കുറഞ്ഞ അളവിൽ പലതവണയായി രാസവളം നൽകുന്നത് മൂലം ഉൽപാദനം 25 മുതൽ 30 വരെ വർദ്ധിക്കുന്നു. കൂടാതെ ഇത്തരം ജോലികൾക്ക് തൊഴിലാളികളുടെ സഹായവും വേണ്ടിവരുന്നില്ല. ഇത് കൂലിച്ചെലവ് കുറയ്ക്കാൻ സഹായിക്കും. ഒരു നിശ്ചിത ഉൽപാദനത്തിന് വിള മണ്ണിൽ നിന്നും നീക്കം ചെയ്യുന്ന വളത്തിന്റെ അളവ്, മണ്ണ് പരിശോധന പ്രകാരം മണ്ണിന്റെ പോഷകഘടന, ജലസേചനം തുടങ്ങിയ ഘടകങ്ങൾ അനുസരിച്ചാണ് ഫെർട്ടിഗേഷൻ ചാർട്ട് തയ്യാറാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴയില്ലാത്ത സമയങ്ങളിൽ എല്ലാ ദിവസവും ജലസേചനവും 3 ദിവസം കൂടുമ്പോൾ ഫെർട്ടിഗേഷനുമാണ് പച്ചക്കറികൾക്ക് നൽകുന്നത്. ഫെർട്ടിഗേഷനായി വെൻച്വറി സംവിധാനമാണ് ഏറ്റവും ചെലവ് കുറഞ്ഞതും ലളിതവുമായ മാർഗം. ഇവിടെ ജലസേചനത്തിനുള്ള പ്രധാന പൈപ്പിലെ വെള്ളം ഒരു ചെറിയ സുഷിരത്തിലൂടെ അതിവേഗത്തിൽ കടത്തിവിട്ട് തന്മൂലമുണ്ടാകുന്ന മർദ്ദത്തിന്റെ കുറവ് മൂലം ഒരു ബക്കറ്റിൽ കലക്കി വെച്ച വെള്ളം വെൻച്വറിയിലേക്ക് വലിച്ചെടുക്കുന്നു. ഇത് പ്രധാന പൈപ്പിലെ ജലസേചനത്തിനുള്ള വെള്ളവുമായി ചേർന്ന് എല്ലാ ചെടികളുടെയും കടയ്ക്ക് ഒരുപോലെ ചെന്നെത്തുന്നു. കേരളത്തിൽ ഫെർട്ടിഗേഷനും പുതയിടലും പച്ചക്കറി കൃഷിയിൽ ഒരു പുതിയ കാൽവയ്പിന്റെ തുടക്കം കുറിക്കുകയാണ്. 1 ഏക്കർ സ്ഥലത്ത് മേൽപ്പറഞ്ഞ പോലെ ട്രിപ്പ് സംവിധാനം ഒരുക്കുന്നതിന് ഏകദേശം 20,000 രൂപ ചെലവ് പ്രതീക്ഷിക്കാം. എന്നാൽ ഈ അധിക ചെലവ് ഒരു പ്രാവശ്യത്തെ വിളവെടുപ്പിൽ നിന്ന് തന്നെ കർഷകന് ലഭിക്കുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. വാണിജ്യാടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകരിൽ നല്ലൊരു ശതമാനം കൃത്യത കൃഷിയിലേക്ക് മാറിക്കഴിഞ്ഞു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഈ കൃഷിരീതിയിലാണ് മിക്കവാറും എല്ലാ കർഷകരും തന്നെ കൃഷി ചെയ്യുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ പ്രോത്സാഹനം ഈ കൃഷിരീതിക്ക് ആവശ്യമാണ്. കൂടാതെ പരമ്പരാഗത ജലസേചന രീതികളിൽ അമിതമായ ജലസേചനമാണ് നൽകി വരുന്നത്. ഇത് രോഗകീടങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനും കൂടാതെ ബെഡുകളിൽ നിന്നും അമിതമായ വെള്ളം ഊർന്നിറങ്ങി ബെഡുകൾക്കിടയിലുള്ള പ്രദേശത്ത് കള വളർച്ച വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു. കൃത്യമായ ജലസേചനം, വളപ്രയോഗം, ഉൽപാദനക്ഷമത കൂടിയ ഇനങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം കർഷകർക്കിടയിൽ കൂടുതൽ അവബോധം സൃഷ്ടിച്ചെടുക്കാൻ ഉള്ള ശ്രമങ്ങൾ കൂടിയേ തീരും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-013 ഫാക്ടിന്റെ സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടംഫോസ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-013 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിന്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിന്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു. ഫാക്ടംഫോസ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20.5-00-23 ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന് ഭാരത് NPK 20.5-00-23 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.5-00-23 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന
നൈട്രജൻ അമോണിയക്ക് രൂപത്തിലായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15, FACT NPK 15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACT നിന്നും ഭാരത് MOP. FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിത അവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ടാന മുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഫാക്ട് ഓർഗാനിക് എന്നത് FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത ജൈവവളമാണ്. ഫാക്ട് ഓർഗാനിക് മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി തുടങ്ങിയവയെ മെച്ചപ്പെടുത്തുന്നു. ഈ ജൈവവളത്തിൽ 12% ഓർഗാനിക് കാർബണും ചെറിയ അളവിൽ NPKയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ മൂലകങ്ങളും കൂടാതെ ഇരുമ്പ്, സിങ്ക്, ബോറോൺ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും ചെറിയ അളവിൽ നൽകുന്നു. ഫാക്ട് ഓർഗാനിക് എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം മണ്ണിരയുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടാകുന്നു. കൂടാതെ മണ്ണിൽ വായുസഞ്ചാരം വർദ്ധിക്കുന്നു. അമ്ലാവസ്ഥയും ക്ഷാരാവസ്ഥയും പോലുള്ള അസാധാരണ അവസ്ഥകളിൽ നിന്ന് മണ്ണിന്റെ pHനെ ഫാക്ട് ഓർഗാനിക് നിയന്ത്രിക്കുന്നു. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് ഓർഗാനിക് പ്ലസ് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു കോഴി അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് ഓർഗാനിക് പ്ലസ്. കൂടാതെ ഈ ജൈവവളം FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്തതാണ്. ഓർഗാനിക് പ്ലസ് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും ജലം നിർത്താനുള്ള ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇത് മണ്ണിന്റെ വൻതോതിലുള്ള സാന്ദ്രത കുറയ്ക്കുകയും അതുവഴി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് പ്ലസിൽ 14% ഓർഗാനിക് കാർബണും 0.5% NPKയും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓർഗാനിക് പ്ലസ് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് പ്രോം ഫോസ്ഫറസ് റിച്ച് ഓർഗാനിക് മാനുവർ ഭാരത സർക്കാരിന്റെ PM പ്രണാം എന്ന സംരംഭത്തിന് കീഴിൽ FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് വിപണനം ചെയ്യുന്ന ജൈവ അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് പ്രോം. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഉയർന്ന ഗുണമേന്മയും ആവശ്യമായ പോഷകങ്ങൾ മണ്ണിലേക്ക് സാവധാനത്തിൽ പുറത്തുവിടുന്നതുമായ ഈ ജൈവവളം മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതിന് ഏറെ സഹായകരമാകുന്നു. ഇതിൽ P2O5 ആയി 8% ഫോസ്ഫറസ് കൂടാതെ ചെറിയ അളവിൽ നൈട്രജൻ, പൊട്ടാഷ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. പ്രോം എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. പ്രോമിന്റെ പ്രയോഗം മൂലം മണ്ണിന്റെ ഓർഗാനിക് കാർബണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിന്റെ സുഷിരതയും ജലാംശം നിലനിർത്താനുള്ള ശേഷിയും മെച്ചപ്പെടുത്തുന്നു. ഇപ്രകാരം പ്രോം ഒരു മണ്ണ് കണ്ടീഷണറായും പ്രവർത്തിക്കുന്നു. ഫാക്ട് FOM ഫെർമെന്റഡ് ഓർഗാനിക് മാനുവർ ഫാക്ട് FOM പരിസ്ഥിതി സൗഹൃദവും മണ്ണിൽ ദീർഘകാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്ത ജൈവവളമാണ്. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഫാക്ട് FOMൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറഞ്ഞത് 1 മുതൽ 2% വീതവും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. മണ്ണിന്റെ ഘടനയെ പരിപോഷിപ്പിക്കുകയും ചെടികൾക്ക് പോഷക ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന FOM
ജൈവ കൃഷിക്കും പഴം പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫോം എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് പീഡിയം പൊട്ടാഷ് ഡിറൈവ്ഡ് ഫ്രം മൊളാസസ്. പൊട്ടാഷിന്റെ സ്വാഭാവിക ഉറവിടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജൈവവളമാണ് ഫാക്ട് പീഡിയം. കരിമ്പ് പിഴിഞ്ഞു കെട്ടുന്ന ശർക്കരപ്പാവിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഈ ജൈവവളത്തിൽ 14% പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. ഈ ജൈവവളം എഫ്സിഒ നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ചെറിയ അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ കൂടാതെ ചെറിയ അളവിൽ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. പീഡിയം ഉപയോഗിക്കുന്നത് മൂലം ചെടികളിലെ സസ്യ ഹോർമോണുകളെ ഉണർത്തി വിളകളുടെ അഭിവൃദ്ധിക്കും അതിനോടൊപ്പം തന്നെ മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി, മണ്ണിന്റെ ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിൽ ഒരിക്കൽ പ്രയോഗിച്ചാൽ സൂക്ഷ്മാണുക്കൾ പെരുകി മണ്ണിന്റെ ഫലപുഷ്ടിയും ഇതിനോടൊപ്പം വർദ്ധിപ്പിക്കുന്നു. ജൈവ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളമാണ് പീഡിയം. എല്ലാ വിളകൾക്കും എല്ലാ മണ്ണിനും വിളകളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിന് പീഡിയം അത്യുത്തമമാണ്. ഫാക്ട് DAP പറ്റി നമുക്ക് പരിചയപ്പെടാം. DAP ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഇത് പ്രധാനമായും 2 പോഷകങ്ങൾ അടങ്ങിയ വളമാണ്. ഫോസ്ഫറസും നൈട്രജനും. ഇത് ചെടികളുടെ വളർച്ചയ്ക്കും വേരുകൾക്കും ബലം നൽകുന്നതിനും സഹായിക്കുന്നു. മാത്രമല്ല വിളകളിൽ പ്രോട്ടീൻ ഉൽപാദനത്തെയും ക്ലോറോഫിൽ രൂപീകരണത്തെയും ഇത് സ്വാധീനിക്കുന്നു. അടുത്തതായി DAP ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിളവ് വർധനവ്. മണ്ണിൽ ശരിയായ പോഷകങ്ങളും ധാതുക്കളും ഇല്ലാത്ത പ്രദേശങ്ങൾക്ക് DAP വളങ്ങൾ അത്യാവശ്യമാണ്. പോഷകങ്ങൾ ആഗിരണം ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നത് വിളവ് ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് അറിയപ്പെടുന്നു. മെച്ചപ്പെട്ട സസ്യവളർച്ച. ചെടികളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ അവശ്യ പോഷകങ്ങൾ നൽകിക്കൊണ്ട് സസ്യവളർച്ച വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ സാന്ദ്രീകൃത ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വളം സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഉയർന്ന പ്രതിപ്രവർത്തന ശേഷിയുള്ള സംയുക്തം. DAP വളരെ പ്രതിപ്രവർത്തനക്ഷമമായ ഒരു സംയുക്തമാണ്. വെള്ളത്തിൽ വേഗം ലയിക്കുന്നു. സസ്യങ്ങളുടെ വേരുകളിലൂടെ ആഗിരണം ചെയ്യാൻ ഇത് എളുപ്പത്തിൽ ലഭ്യമാണ്. മെച്ചപ്പെട്ട വേര് വികസനം. സസ്യവളർച്ചയ്ക്ക് പ്രധാനമായ ശക്തമായ വേരുകളുടെ വികാസത്തിന് ഫോസ്ഫേറ്റ് അയോൺ അടങ്ങിയ ഫോസ്ഫറസ് അത്യാവശ്യമാണ്. കൂടാതെ ഈ ശക്തമായ വേരുകൾ വളർച്ചയും മറ്റു പരുക്കൻ ജലസാഹചര്യങ്ങളെയും നേരിടാൻ ചെടിയെ സഹായിക്കുന്നു. കൂടാതെ ഈ ശക്തമായ വേരുകൾ വരൾച്ചയും മറ്റു പരുക്കൻ ജലസാഹചര്യങ്ങളെയും നേരിടാൻ ഒരു ചെടിയെ സഹായിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ തുടങ്ങിയ പോഷകങ്ങൾ നൽകുന്നത് ഉൾപ്പെടെ നിരവധി ഗുണങ്ങൾ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് വാഗ്ദാനം ചെയ്യുന്നു. അസിഡിറ്റി കുറയ്ക്കുകയും ഘടന മെച്ചപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ലഭ്യമായതുമായ വളസ്രോതസ്സാണിത്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരായ വിളകളുടെ ഗുണനിലവാരം, വിളവ് പ്രതിരോധം എന്നിവ വർദ്ധിപ്പിക്കുന്നു. എണ്ണക്കുരുക്കൾ, പയർവർഗ്ഗങ്ങൾ, കരിമ്പ് എന്നിവയ്ക്ക് ഇത് പ്രത്യേകിച്ചും ഗുണം ചെയ്യും. കാരണം ഇത് എണ്ണയുടെയും പ്രോട്ടീന്റെയും അളവ് വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ എന്നിവ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ നിന്ന് ലഭിക്കുന്നു. ഇവ വേരുകളുടെ വികസനത്തിനും വേരുകളുടെ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വെള്ളത്തിന്റെയും പോഷകങ്ങളുടെയും ആഗിരണം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 16% ഫോസ്ഫറസ്. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 16% ഫോസ്ഫേറ്റ് അടങ്ങിയിരിക്കുന്നു. ഇത് വേരുകളുടെ വളർച്ചയ്ക്കും സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിനും കൂടുതൽ അനുയോജ്യമാകുന്നു. ഇവ മണ്ണിന്റെ ഘടനയെ മെച്ചപ്പെടുത്തുകയും അവ നിലനിർത്താനും വായു സഞ്ചാരവും ജല നിലനിർത്തലും മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. സൾഫറിന് സസ്യങ്ങളുടെ മറ്റു പോഷകങ്ങളുടെ പ്രത്യേകിച്ച് നൈട്രജന്റെ ഉപയോഗം മെച്ചപ്പെടുത്താൻ കഴിയും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഫാക്ട് ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. ഉയർന്ന ഫോസ്ഫറസ് സാന്ദ്രത, വേഗത്തിൽ സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്നതിനുള്ള വെള്ളത്തിൽ ലയിക്കുന്നതിന്റെ വേഗത, കാൽഷ്യത്തിന്റെ ഉറവിടം തുടങ്ങിയ ഗുണങ്ങൾ ഉള്ളതിനാൽ ഇവ മറ്റു വളങ്ങളെക്കാൾ വ്യത്യസ്തമായി നിൽക്കുന്നു. ഇത് ശക്തമായ വേരുകളുടെ വികസനം പ്രോത്സാഹിപ്പിക്കുകയും വിളയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും വരൾച്ചയ്ക്കും തണുപ്പിനും സസ്യപ്രതിരോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് വൈവിധ്യമാർന്നതും മറ്റു വളങ്ങളുമായി കലർത്താൻ കഴിയുന്നതുമാണ്. ഇത് വിവിധ വിളകൾക്കും മണ്ണിനും അനുയോജ്യമാവുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 46% ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നതാണ്. ഇത് മണ്ണിലേക്ക് ഈ സുപ്രധാന പോഷകം എത്തിക്കുന്നതിനുള്ള കാര്യക്ഷമമായ മാർഗമായി മാറുന്നു. TSPയിൽ 90% കൂടുതൽ ഫോസ്ഫറസ് വെള്ളത്തിൽ ലയിക്കുന്നതാണ്. അതായത്
ഇത് വേഗത്തിൽ ലയിക്കുകയും സസ്യങ്ങളുടെ ആഗിരണം എളുപ്പമാക്കുകയും ചെയ്യുന്നു. വേരുകളുടെ വളർച്ച വർദ്ധിപ്പിക്കുന്നു. ശക്തവും ഊർജ്ജസ്വലവുമായ ഒരു വേര് സിസ്റ്റം വികസിപ്പിക്കുന്നതിന് ഇത് നിർണായകമാണ്. ഇത് ഒരു ചെടിയുടെ വെള്ളവും പോഷകങ്ങളും ആഗിരണം ചെയ്യാനുള്ള കഴിവിന് അത്യാവശ്യമാണ്. വിളവ് മെച്ചപ്പെടുത്തുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ നിന്നുള്ള മതിയായ ഫോസ്ഫറസ് മികച്ച പൂവിടൽ, കായ്ക്കൽ, ധാന്യ രൂപീകരണം എന്നിവയിലേക്ക് നയിക്കുന്നു. ഇവ സസ്യപ്രതിരോധത്തെയും വർദ്ധിപ്പിക്കുന്നു. വരൾച്ച, മരവിപ്പിക്കുന്ന താപനില തുടങ്ങിയ സമ്മർദ്ദങ്ങളെ കൂടുതൽ പ്രതിരോധിക്കാൻ TSP സസ്യങ്ങളെ സഹായിക്കും. ഫോസ്ഫറസിന് പുറമെ ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ കാൽഷ്യവും അടങ്ങിയിരിക്കുന്നു. ഇത് സസ്യങ്ങൾക്ക് ഒരു അധിക ഗുണം നൽകുന്ന പോഷകമാണ്. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ധാന്യങ്ങൾക്ക്, പഴങ്ങൾക്കും പച്ചക്കറികൾക്കും എന്നിവയുൾപ്പെടെ വിവിധ വിളകൾക്ക് അനുയോജ്യമാണ്. ഇവ എളുപ്പത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഇവ ന്യൂട്രൽ, അസിഡിറ്റി എന്നിവയുള്ള മണ്ണിനും ഫലപ്രദമായി ഉപയോഗിക്കാം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഇതോടെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. FACT കാർഷികം വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാവർക്കും നമസ്കാരം. FACT കാർഷികം.